ഹലോ, ഞാനിവിടെ സോൾവ് ചെയ്യുന്നത് 2x2 ക്യൂബാണ്. അപ്പോൾ ഇതിൽ ഒരു ലെയറിൽ രണ്ട് പീസസ് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇതിന് സെൻറ്ററും എഡ്ജും ഇല്ല, കോർണറുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷഫിൾ ചെയ്യാം. ഓക്കെ, ഇത് ഇപ്പോൾ ഷഫിളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യണം. ഞാനിപ്പോൾ വൈറ്റാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറ്റിൻ്റെ മുകളിൽ ഈ ഓറഞ്ച് ഇപ്പോൾ കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഗ്രീനിനെ ഇവിടെയും ഗ്രീൻ ആക്കണം, ഇവിടെ വൈറ്റും ആക്കണം. അപ്പം നമ്മുടെ ഗ്രീനുള്ള പീസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, വൈറ്റും ഗ്രീനും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത് മാച്ച് ആക്കണം. അതുമാത്രമല്ല, ഇവിടത്തെ കളറിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇത് ഇവിടുത്തെ കളർ. അപ്പോൾ ഇത് കറക്റ്റ് ആവണ കാരണം അപ്പോൾ നമ്മൾ അപ്പർ ലെയറിലൊന്ന് തിരിച്ചിട്ട് റൈറ്റ് സൈഡിലോട്ട് സെയിം ലെയർ തിരിച്ചിട്ട് അത് ഡൗണിലോട്ടാക്കാം. അപ്പോൾ അതും ഇവിടെ മാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോർണറിൽ ആ കോർണർ അവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ വേറെ ആംഗിളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് അത് പുറത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് അപ്പിലോട്ട് തിരിക്കുക, എന്നിട്ട് റൈറ്റിലോട്ട് തിരിക്കുക, എന്നിട്ട് ഡൗൺ തിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതിവിടെ മാച്ച് ആയിട്ടുണ്ട്, പിന്നെ ഇവിടത്തെയും ഇതും ഓപ്പോസിറ്റ് കളറാണ്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത സ്റ്റെപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ വൈറ്റ് ശരിയായിട്ടുണ്ട്, പിന്നെ ഈ സൈഡും ശരിയായിട്ടുണ്ട്. ഇനി നമ്മുടെ യെല്ലോ ശരിയാക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ യെല്ലോ, ഇവിടെയും ഇങ്ങനെ യെല്ലോ വരാണെങ്കിൽ നമുക്കപ്പോൾ തന്നെ ഒരു മൂവ് ചെയ്താൽ ശരിയാവും. അപ്പ്, റൈറ്റ്, ലെഫ്റ്റ് ലെയർ അപ്പ്, ലെഫ്റ്റ്, ഡൗൺ, പിന്നെ അപ്പർ ലെയർ റൈറ്റ്, ദെൻ ഡൗൺ. ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഈ ഭാഗങ്ങളാണ് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ലെയർ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ അപ്പർ ലെയർ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് ബാക്കിൽ വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. ഡൗൺ, പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ്, ഡൗൺ, ഡൗൺ 2 പ്രാവശ്യം ലെഫ്റ്റിലോട്ട്, അപ്പ്, പിന്നെ അപ്പർ ലെയറിൽ റൈറ്റിലോട്ട്, പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലോട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എങ്ങനെയൊക്കെയോ മാതിരിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഒരു തിരിക്കുമ്പോൾ ഇങ്ങനെ വരും എല്ലാ സൈഡുകളിലും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഭാഗം പിടിച്ചിട്ട്, എന്ന് വെച്ചാൽ യെല്ലോ ഭാഗം പിടിച്ചിട്ട് നമ്മൾ ചെയ്യണം. റൈറ്റ് 2 പ്രാവശ്യം, പിന്നെ അപ്പർ ലെയർ 2 ടൈംസ്, പിന്നെ ഇത് തന്നെ ഒന്നും കൂടി 2 ടൈംസ്. അപ്പോൾ ഇത് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും പെൻഡിങ് ആയിട്ടില്ല. താങ്ക് യു.